സേവനം, അവർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്, അവർക്ക് നമ്മുടെ സേവനം ആവശ്യമുണ്ട്. ഇതിലിരിക്കുന്ന പ്രത്യേകമായി ചിന്തിക്കേണ്ടവർ ചെറുപ്പക്കാരായ ആളുകളാണ്. പ്രായമായവരുടെ ഉമ്മയും ഉപ്പയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്ക് ഉത്തരം നൽകി അവർ ഈ ലോകത്തോട് വിട പറഞ്ഞ് അവർ ഇന്ന് 6 അടി മണ്ണിലായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ലോകം വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകാശപൂരിതമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചെറുപ്പക്കാരായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമ്മയും ബാപ്പയും കൂടെയുള്ളവർ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ് എന്ത്? നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവർക്കിപ്പോൾ സഹായം ആവശ്യമാണ്. അവരുടെ കൈകാലുകൾ തളർന്നുപോയി, അവർക്ക് നരബാധിച്ചു, അവർ പ്രായാധിക്യത്തിലേക്ക് എത്തിയവരാണ്, അവർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്, അവരുടെ കണ്ണിന്റെ കാഴ്ചശക്തികൾ കുറഞ്ഞു പോയ സാഹചര്യമാണ്, അവർക്ക് കേൾവി കുറവ് സംഭവിച്ചു പോയ ഒരു സന്ദർഭത്തിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സഹായങ്ങൾ, സേവനങ്ങൾ, ഉപകാരങ്ങൾ അവർക്ക് നമ്മൾക്ക് കിട്ടിയേ തീരൂ. അതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് ഉപകാരങ്ങൾ നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടാനുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. നമുക്ക് ഓടാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത, ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മ നമ്മളെ സഹായിച്ചാൽ, വാപ്പ നമ്മളെ സഹായിച്ചാൽ ആ സഹായത്തിനനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ അകത്ത് മൂത്രിക്കുന്നവരായിരുന്നു, അകത്ത് നമ്മൾ കാഷ്ടിക്കുന്നവരായിരുന്നു. വീടിന്റെ അകത്തല്ല, വീടിന്റെ പുറത്തല്ല, മുന്നിലുള്ള പടിയിലല്ല, ഉമ്മാന്റെ വാപ്പാന്റെ മടിത്തട്ടില് അവരുടെ കുപ്പായത്തിൽ വരെ നമ്മൾ കാഷ്ടിച്ചിട്ടുണ്ട്, നമ്മൾ മൂത്രിച്ചിട്ടുണ്ട്. അറപ്പോട് കൂടി ഉമ്മ കണ്ടിട്ടില്ല, വാപ്പ കണ്ടിട്ടില്ല, നമ്മളെ വലിച്ചെറിഞ്ഞിട്ടില്ല. കൂടുതൽ പരിചരണം നൽകിക്കൊണ്ട്, സ്നേഹം നൽകിക്കൊണ്ട്, ഉപകാരങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നു. ആ ഉമ്മയുടെ ചോരയാണ് നമ്മളെല്ലാം. ആ ഉമ്മയും ബാപ്പയും ചോര നീരാക്കി പണിയെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെയും വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ അധികം പ്രാധാന്യം കൊടുത്തത്. മഹാനായ ഉവൈസുൽ ഖർനി റഹിമഹുള്ളയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഠമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിഞ്ഞിട്ടും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടും മുത്തനബിയെ കാണാൻ പോയില്ല. മുത്തനബിയെ കാണാതെ തന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ച മഹാനായ മനുഷ്യനാണ് ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹ്. അദ്ദേഹം എന്താണ് ചെയ്തത്? എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ പോയത്? പ്രായമായ ഉമ്മയുണ്ടായിരുന്നു, അസുഖം ബാധിച്ച ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മ തനിച്ചാക്കി പോയാൽ വേറെ ആരും നോക്കാനില്ല, വേറെ ആരും മരുന്ന് കൊടുക്കാനില്ല, വേറൊരാളും ഭക്ഷണം കൊടുക്കാനില്ല, വേറൊരാളും സംരക്ഷണം കൊടുക്കാനില്ല. ആ ഉമ്മക്ക് തണലായി താങ്ങായിരുന്നു. അതാണ് മഹാനായ ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിയെ കാണാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുത്തു എന്ന് മാത്രമല്ല, പ്രിയമുള്ള വിശ്വാസികൾ,